നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 566. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 566. ഇന്നലെ അബ്രപ്റ്റായിട്ടാണ് നിർത്തിയത്. കാരണം കറണ്ടും ഇൻവേർട്ടറൊക്കെ പാട് കൂടി പോവുണ്ടായി. എന്തോ ആവട്ടെ. അപ്പോൾ 56-ാം സർഗത്തിൽ കാളിയസ്തുതിയും ഭഗവത് അനുഗ്രഹവും, അതിൽ 27-ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തി. അപ്പം ഇനി അതിന് 2 ശ്ലോകം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർഗം കഴിഞ്ഞിരുന്നു. പക്ഷേ സർക്കംസ്റ്റാൻസസ് സമ്മതിച്ചില്ല, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഈ സർക്കംസ്റ്റാൻസസ് ആണ് ഈശ്വരീയത. അതാണ് നമ്മളെ നയിക്കണത്. സർക്കംസ്റ്റാൻസസ് ആണ് നമ്മളെ നയിക്കണത്. നമ്മൾ വിചാരിച്ചത് നടക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 27-ാമത്തെ ശ്ലോകം പറഞ്ഞത്, പുത്തൻ പീതാംബരപ്പട്ടും അനർഘമണിമാല്യവും ചാർത്തി അമ്പാർന്ന് പൂജിച്ചു പത്നി പുത്രാദിയൊത്തവൻ. അതായത് കാളിയനും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും മക്കളും എല്ലാവരും കൂടിയിട്ട് ഭഗവാനെ പുതിയ പീതാംബരവും പൊന്നിൻ ചിലമ്പും അതേമാതിരി കിങ്ങിനൊക്കെ പാട് കൂടി കൊടുത്ത് അദ്ദേഹത്തിനെ ഒരു മഹത് സിംഹാസനത്തിൽ ഇരുത്തി പൂജിച്ചു എന്ന് പറഞ്ഞു. ഇനി 28-ാമത്തെ ശ്ലോകം, വലം വെച്ച് ആജ്ഞയും വാങ്ങി വീണ്ടും കണ്ണീരിയെന്നുടൻ നമസ്കരിച്ചു പിൻവാങ്ങി നടകൊണ്ടാൻ മഹാശയൻ. വലം വെച്ച് ആജ്ഞയും വാങ്ങി വീണ്ടും കണ്ണീരിയെന്നുടൻ നമസ്കരിച്ചു പിൻവാങ്ങി നടകൊണ്ടാൻ മഹാശയൻ. ഇവിടെ ഇപ്പോൾ മഹാശയൻ ആരാ? സാക്ഷാൽ കാളിയൻ മഹാശയനായത് എങ്ങനെയാണ്? ഭഗവാൻ അഹങ്കാരത്തെ മാറ്റുമ്പോൾ നമ്മളൊക്കെ മഹാശന്മാരാവും. ആ അഹങ്കാരമുള്ളിടത്തോളം കാലം നമ്മൾ കുബുദ്ധികളായിട്ട് തീരും. ഇതാണ് ഗുണപാഠത്തിൽ. അപ്പോൾ പ്രദക്ഷിണം വെച്ചു അനുജ്ഞ വാങ്ങുക. നമ്മളിപ്പോൾ ഒരു നമ്മളെക്കാൾ പ്രായമായിട്ടുള്ളവരെ, നമ്മളെക്കാൾ വിദ്വാൻമാരായിട്ടുള്ളവരുടെ സഹവാസം കഴിഞ്ഞ് നമ്മൾ മടങ്ങുമ്പോൾ അനുജ്ഞ വാങ്ങണം. ഞാൻ പോയി വരട്ടെ കേട്ടോ എന്ന് പറയണം. എന്നാലേ അത് പരിപൂർണമാവുള്ളൂ. അപ്പോൾ നമസ്കരിച്ചു പിൻവാങ്ങി നടകൊണ്ടാൻ മഹാശയൻ. അദ്ദേഹം പറഞ്ഞ പോലെ സമുദ്രത്തിൽ രമണദ്വീപത്തിൽ പോയി താമസിക്കാൻ വേണ്ടി അവിടുന്ന് പിന്തിരിഞ്ഞ് നടന്നു. 29-ാമത്തെ അവസാനത്തെ ശ്ലോകം, അന്ന് ഈ വണ്ണം പഴകിയ പരദ്രോഹശീലം വെടിഞ്ഞ് ഈ മണ്ണിൽ മാറത്തണി ഒരു മണിമാല്യമായി മൗലി തന്നിൽ ഉന്നിദ്രശ്രീ കലരുമളിവർണ്ണൻ്റെ തൃപാദചിഹ്നം മിന്നിക്കൊണ്ട് അങ്ങനെ രമണകദ്വീപിൽ വാണാൻ അഹീന്ദ്രൻ. അഹീന്ദ്രൻ എന്ന് പറഞ്ഞാൽ സർപ്പശ്രേഷ്ഠൻ എന്നർത്ഥം. അന്ന് ഈ വണ്ണം മേൽ പറഞ്ഞ പോലെ പഴകിയ പരദ്രോഹശീലം വെടിഞ്ഞ് ഇതുവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അതാണ് പഴകിയ പരദ്രോഹശീലം വെടിഞ്ഞ് ഈ മണ്ണിൽ മാറത്തണിവൊരു മണിമാല്യമായി. അതായത് ഭഗവാന്റെ പാദമുദ്രകളെ അലങ്കരിച്ച് അതിനെ ബഹുമാനിച്ചുകൊണ്ട് മൗലി തന്നിൽ ഉന്നിദ്ര ശ്രീകല അരുളും അളിവർണ്ണൻ്റെ തൃപ്പാദചിഹ്നം മിന്നിക്കൊണ്ട് അങ്ങനെ രമണകദ്വീപിൽ വാണാൻ അഹീന്ദ്രൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഷൽപഞ്ചാശ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 57-ാം സർഗം, കാളിയൻ്റെ മുൻചരിത്രവും ദാവാഗ്നിപാനവും. അതായത് കാളിയൻ ആരായിരുന്നു? കാളിയൻ കാളിന്തി ആറ്റിൽ വരാനുള്ള കാരണം എന്താണ്? പിന്നെ ഈ ഒരു ഘോഷം കഴിഞ്ഞതിൻ്റെ ശേഷം
പെട്ടെന്നൊരു കാട്ടുതീ ഉണ്ടായി. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം അവർക്ക് കാളിന്തി നദീതീരത്തിന് കടന്നുറങ്ങേണ്ടി വന്നു ക്ഷീണം കൊണ്ട്. മനസ്സിലായല്ലേ? അപ്പോഴാണ് ഈ ഒരു കാട്ടുതീ. അപ്പോൾ ഭഗവാൻ എല്ലാവരോടും കണ്ണടച്ചോളാൻ പറഞ്ഞു. എന്നിട്ടോ ആ അഗ്നിയെ പാനം ചെയ്തു. കണ്ണ് തുറന്നോളാൻ പറഞ്ഞു, അഗ്നിയില്ല. ഇതാണ് ഡിവൈൻ ക്യാരക്ടർ എന്ന് പറഞ്ഞത്. ഈ ഡിവൈൻ ക്യാരക്ടറെ അനുമോദിക്കുക അല്ലാതെ കണ്ട് അനുകരിക്കരുത് ആരും. അപ്പോൾ ഭഗവാനെ ശാസ്ത്രം കൊണ്ട് സ്തുതിക്കുക. അപ്പോൾ ഭഗവാൻ നമ്മുടെ പാപങ്ങളെ എല്ലാം കഴുകിക്കളഞ്ഞ് പുതിയൊരു ബുദ്ധി നമുക്ക് തന്ന് നമ്മളെ രക്ഷിക്കാതെ ഇരിക്കില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് 57-ാം സർഗം തുടങ്ങുക. അജിത പ്രീതിയാർ നീടും അഹിതൻ മുൻ ചരിത്രവും ഗരുഡന് ഈ വിധം കോപം ഉണ്ടാവാനുമുള്ള ഹേതുവും. അതായത് ഗരുഡനെ പേടിച്ചിട്ടാണല്ലോ കാളിന്തി ഹൃദയത്തിൽ വന്ന് നിന്നേർന്നത്. അജിത പ്രീതിയാർ നീടും അഹീതൻ മുൻ ചരിത്രവും. അജിത പ്രീതിയാർന്ന് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ എന്നർത്ഥം പറയണം. ബ്രഹ്മാവിൻ്റെ പ്രീതിയാർന്നീടും ഈ കാളിയൻ്റെ മുൻ ചരിത്രവും ഗരുഡന് ഈ വിധം കോപം ഉണ്ടാവാനുള്ള ഹേതുവും അറിവാൻ ആഗ്രഹം പൂണ്ട വിഷ്ണുരാധനെ എത്രയും അഭിനന്ദിച്ചുകൊണ്ട് അമ്പാർന്ന് അരുളി ചെയ്തു മോമുനി. അപ്പോൾ ഈ കഥകൾ ശുഖബ്രഹ്മവർഷിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഗരുഡന് ഇവരോട് ഇത്ര ദേഷ്യം? അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് കാളിന്തിയിൽ കാളിയൻ വന്ന് പെട്ടത്? അതറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചോദ്യത്തിന് വിഷ്ണുരാധനെ എത്രയും അഭിനന്ദിച്ച്, നല്ല ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വക്താക്കന്മാർ അത് സ്വീകരിച്ച് ഉത്തരം പറയണം. കുസൃതി ചോദ്യം ചോദിച്ചാൽ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ പറഞ്ഞു, അഭിനന്ദിച്ചുകൊണ്ട് അമ്പാർന്നരുൾ ചെയ്തു മാമുനി നാഗന്മാർ പണ്ടുകാലത്ത് ഗരുഡപ്രീതിയാർന്നിടാൻ മാസം തോറും മരച്ചോട്ടിൽ വലുതാമ്പലിയേകിടും. അതായത് ഈ ഗരുഡനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാസത്തിലൊരിക്കൽ ഗരുഡന് ബലി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുന്ന അർത്ഥം, പൂജ കൊടുക്കും. കറുത്തവാവ് ദിവസം മുറയ്ക്കതു നടക്കവേ, കറുത്തവാവും ദിവസമാണ് ബലി കൊടുക്കുന്നത്. കറുത്തവാവ് ദിവസം മുറയ്ക്ക് അത് നടക്കവേ കടുത്ത വിഷമുൾ തെങ്ങും കാളിയൻ കദ്രുവിൻ മകൻ, അതായത് ചിറ്റമ്മയുടെ മകൻ കാളിയൻ കദ്രുവിൻ മകൻ താനേതും ആദരിച്ചില്ലെന്നല്ല അഹങ്കാരവായ്പിനാൽ വാസുകി പ്രമുഖന്മാരാം വലിയോരുടെ വാക്കുകൾ തെറ്റിച്ചു. കാളിയനേക്കാൾ ശ്രേഷ്ഠനാണ് വാസുകി. അപ്പോൾ ഇവരൊരു മ്യൂച്വൽ റെസ്പെക്റ്റ്, മാസത്തിലൊരിക്കൽ ഒരാൾക്ക് ആഹാരം കൊടുക്കാം അല്ലെങ്കിൽ ബലി കൊടുക്കാം. അത് അഹങ്കാരം കൊണ്ട് കാളിയൻ തെറ്റിച്ചു. അപ്പോൾ താനേതും ആദരിച്ചില്ലെന്നല്ല അഹങ്കാരവായ്പിനാൽ വാസുകി പ്രമുഖന്മാരാം വലിയോരുടെ വാക്കുകൾ വകവയ്ക്കാതെ മറ്റോരെ ഊക്കാൽ ചെന്നു മുടക്കിനാൻ. താൻ ബലി കൊടുക്കാൻ പോയില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ വിലക്കി. ആരും ഞാൻ പറയാതെ കണ്ട് ഗരുഡന് പൂജ കൊടുക്കേണ്ട ആവശ്യമില്ല. വകവയ്ക്കാതെ മറ്റോരെ ഊക്കാൽ ചെന്നു മുടക്കിനാൻ. അതറിഞ്ഞ മഹാത്മാവാം അജിതപ്രിയവാഹനൻ. അവിടെ അജിതൻ എന്നുള്ളത് വിഷ്ണു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, ക്ഷമിക്കണം. അപ്പോൾ അജിതപ്രിയവാഹനൻ, അജിതൻ അത് മഹാവിഷ്ണുവിൻ്റെ പ്രിയവാഹനൻ കോപിഷ്ഠനായ അണഞ്ഞീടെ എതിർത്താൻ പോലും ഈ മഹാൻ ഗരുഡനോട് എതിർത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ ഇൻ്റലിജൻസ് കമ്മിയാണെന്നുള്ളത്. കോപിഷ്ഠനായ അണഞ്ഞീടെ എതിർത്താൻ പോലും ഈ മഹാൻ ഫണങ്ങളൊക്കെയും പൊക്കി വിരുത്തി വിഷമേറിയോൻ കടിപ്പാൻ തുനിയും നേരം അച്യുത പ്രിയവാഹനൻ ഇടം പൊൻചെറുകാലൊന്ന് ആഞ്ഞടി അടിക്കേ അഴലാർന്നുടൻ. ഇടത്തെ ചിറക് കൊണ്ടൊരു അടി കൊടുത്തു ഈ കാളിയൻ. കിടക്കണം, അഹങ്കാരമൊക്കെ അന്ന് തന്നെ പോയതാ. കുറച്ച് ബാക്കിയുള്ളായിരുന്നു ഭഗവാൻ മാറ്റി കൊടുത്തത്.
കോപിഷ്ഠനായി അണഞ്ഞിടെ എതിർത്താൻ പോലും ഈ മഹാൻ ഫണങ്ങളൊക്കെയും പൊക്കി വിരുത്തി വിഷമേറിയോൻ കടിപ്പാൻ തുനിയും നേരം അച്യുതപ്രിയവാഹനൻ ഇടൻ പൊൻചിറകാൽ. ഗരുഡൻ്റെ ചിറക് പൊന്മയമാണ്. ഇടം പൊൻചിറകാൽ അടിക്കേ അഴലാർന്നുടൻ ദുഃഖിച്ചു. ഫണം ചുരുട്ടി പിന്നോക്കം നോക്കാതോടിയുരകം പിന്നാക്കം ഒടി. ഊളിയിട്ടാഴിയിൽ കൂടിയണഞ്ഞിവിടെ നിർഭയം നോക്കാതോടി ഉരഗമം. ഊളിയിട്ട ആഴിയിൽ കൂടി സമുദ്രത്തു കൂടെ കൂളിയിട്ടിട്ട് ഈ കാളിന്തി ഹൃദയത്തിൽ വന്ന് കിടന്നു. കാരണം ഇവിടെ ഗരുഡൻ വരില്ല. ഗരുഡനൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അതാണ് ഊളിയിട്ടാഴിയിൽ കൂടി അണഞ്ഞിവിടെ നിർഭയം. സുഗ്രീവൻ ഋഷ്യമുഖത്തിൽ പോലെ. സുഗ്രീവൻ ബാലി വരാത്ത സ്ഥലത്ത് ഋഷ്യമുഖാചലം. ഋഷ്യമുഖത്തിൽ പോലെ വാണാനിദേവരെ. അതാണ് ഇതിഹാസം. പിന്നെ രാമായണമാകുന്ന ഇതിഹാസത്തിൽ നിന്ന് കടമെടുത്തു ഒരു ഉപമ. സുഗ്രീവൻ ഋഷ്യമുഖത്തിൽ പോലെ വാണാനിദേവരെ തപസ്യാം സൗഭരിയെ കൂട്ടാക്കാതെ അരുണാനുജൻ. അരുണൻ്റെ അനുജൻ. അരുണൻ ആരാ? പിന്നെ സൂര്യനാരായണമൂർത്തിയുടെ തേരാളിയാണ്. അദ്ദേഹത്തിന് അനുജനാണ് ആരെ? ഗരുഡൻ. അപ്പോൾ തപസ്യാം സൗഭരിയെ കൂട്ടാക്കാതെ അരുണാനുജൻ മത്സ്യങ്ങളൊക്കെ ഒത്തിവിഴുങ്ങിയതു കാരണം ശാപത്താൽ ഇവിടം വന്ന് അകലും പ്രാണനീവിധം. ഇവിടെ വന്നാൽ മറ്റാൾ വരില്ല. ആരെ? ഗരുഡൻ. മുകിൽ വർണ്ണൻ്റെ തൃപ്പാദമുദ്രയാൽ അഹിപുങ്കവൻ എങ്ങെങ്ങും ഏതുകാലത്തും പേർപ്പുണ്ടനുഗ്രഹീതനായി. മുകിൽ വർണ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദമുദ്രയാർന്ന് അഹിപുങ്കവൻ, അതായത് കാളിയൻ്റെ തലയിൽ ഓരോ പടത്തിലും ഭഗവാന്റെ പാദമുദ്രയുണ്ട് നർത്തനം ചെയ്തിട്ടുള്ളത്. മുദ്രയാൽ അഹിപുങ്ക എങ്ങെങ്ങും ഏതുകാലത്തും എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഇനി ഗരുഡനൊന്നും ചെയ്യില്ല. കാരണം ഭഗവാന്റെ അല്ലേ. എങ്ങെങ്ങും ഏതുകാലത്തും പേർപ്പുണ്ട് അനുഗ്രഹീതനായി കാളിയൻ നീങ്ങി ഒരു മട്ട് അടുത്തണയും ഉണ്ണിയേ. അപ്പോഴേക്കും കഥ ഇങ്ങോട്ട് കൊടുന്നു. അതൊക്കെ കഴിഞ്ഞു. കാളിയൻ്റെ പൂർവ്വവൃദ്ധാന്തം പറഞ്ഞു. അത് കഴിഞ്ഞ് കരയ്ക്കിങ്ങനെ വരുന്ന ഉണ്ണിയേ വാരിപ്പുണരാണ്. കാളിയൻ നീങ്ങി ഒരു മട്ട് അടുത്തണിയും ഉണ്ണിയെ കാണാൻ കരയ്ക്കൽ കാത്തിടും നന്ദഗോപാദി സർവരും. നന്ദഗോപര്, അതേപോലെ പിന്നെ യശോദമ്മ, രോഹിണി ദേവി എന്നു വേണ്ട ആകാല വൃദ്ധ, അതായത് ബാലവൃദ്ധന്മാർ അവിടെ ആരുമില്ല. ഇനി ഗോകുലത്തിൽ ആരുമില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാണാൻ കരയ്ക്കൽ കാത്തിടും നന്ദഗോപാദി സർവരും പുത്തൻ പീതാംബരം ഉടുത്ത് അനർഘമണിമാലയും. അനർഘം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാഭാവികത എവിടെയും കിട്ടാത്തതെന്നർത്ഥം. കാരണം ഈ നാഗന്മാരുടെ അടുത്ത് ഇല്ലാത്ത രത്നങ്ങളില്ല. അപ്പോൾ പുതുപുത്തൻ രത്നങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പുത്തൻ പീതാംബരം ഉടുത്ത് അനർഘമണിമാലയും ചാർത്തി സുഗന്ധകളഭം പൂശി വന്ന കുമാരനെ മാറോടണച്ചുകൊണ്ട് ആ വെൺമണൽത്തിട്ടയിലങ്ങനെ. വെൺമണൽത്തിട്ട അതിപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കണ വാക്കാതെ. അത് ഞാൻ ഈ ഭാരതപ്പുഴയുടെ പിന്നെ തീരത്ത് താമസിക്കുക കാരണം പട്ടാമ്പിയിൽ നിന്ന് തിരുമറ്റക്കോട് വരെ ഒരു 3-4 കിലോമീറ്റേഴ്സ് ഞങ്ങൾക്ക് പണ്ട് ശിവരാത്രിക്കൊക്കെ പുഴമണൽ കൂടെ നടന്നു പോവുക. അപ്പോൾ ഏതൊക്കെ ഭാഗത്തു കൂടെ വെള്ളം വന്നിട്ടുണ്ടാവും അവിടെയൊക്കെ ക്രോസ് ചെയ്ത് പോവും. അപ്പോൾ കരയ്ക്കുള്ള ആൾക്കാർ പറയും ആ ഭാഗത്തു കൂടെ പോകണ്ട, ഈ ഭാഗത്തു കൂടെ പോവൂ. ആദ്യമായിട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാങ്ങാട്ടി ദേവി ഭഗവതിയുടെ പിന്നെ പുഴക്കടവുണ്ട്. അതും ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ആൾക്കാർ രണ്ട് ഭാഗത്തും അന്നൊക്കെ ഈ പുഴത്തീരത്ത് ശവദാഹം ചെയ്തിരുന്നൊരു കാലമുണ്ട്. പുഴയിലല്ല, പുഴ തീരത്ത്. അപ്പോൾ എപ്പോഴും ആൾസഞ്ചയുണ്ടാവും ആൾക്കാർ. പിന്നെ ഞാനൊക്കെ ഈ തിരുമറ്റക്കോട് 8-9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കുട്ടിക്കാലത്ത് എങ്ങനെയെങ്കിലും പോവും.
കാരണം അവിടെ ദഹനം ഞങ്ങൾക്ക് ചോറ് വിളമ്പി വെച്ച് തരുന്ന സ്വാമിയാണ്. അപ്പോൾ അവിടെ പോയാൽ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അവിടെ മാനേജറായിട്ട് വരുന്ന ആളൊക്കെ എൻ്റെ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് പോവുക. അന്നത്തെ ഒരു കാലത്തിൻ്റെ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും സ്വാമിയോട് ചോദിക്കാമെന്ന് പറയും. അപ്പോൾ എൻ്റെ അച്ഛനെ അപ്പോൾ അവിടെ ആ മാനേജറുടെ ലെവലിലുള്ളത്. പിന്നെ എന്നെ ഞാനാക്കിയിട്ടുള്ള ഒരാളുണ്ട് അവിടെ, തിരുമിറ്റക്കോട് മാരാത്ത് രാഘവൻ മാരാർ. ഞാൻ എൻ്റെ ഒപ്പടക്കം അദ്ദേഹത്തിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ആദ്യമായിട്ട് 80 രൂപ ശമ്പളം തന്നത് അദ്ദേഹം. അപ്പോൾ ഞാൻ ജോബ് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ കഥകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ശിവരാത്രിക്ക് പോകാൻ സമയം കിട്ടില്ല. ചിലപ്പോൾ ആദ്യത്തെ കഥക്ക് കഴിയും. കാരണം എന്താ, ഈ ജോബ് വർക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൻ അനിയൻ പറഞ്ഞ ആളുണ്ട്. ഞാനും അയാളും കൂടിയിട്ടാണ് ജോബ് വർക്കൊക്കെ അടിച്ച് തീർത്ത് പോവുക. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയസ് മൈൻഡ് അതാണ്. അപ്പോൾ താക്കോല് ഞങ്ങളുടെ കയ്യിലാവും. അപ്പോൾ ഞങ്ങൾ 2ാം ശനിയാഴ്ച ഗുരുവായൂർ കളി കാണാൻ പോവും, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവും, ഇവിടെ വന്ന് കിടക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുസ്തി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ കരയ്ക്ക് കാത്തിടും നന്ദഗോപാതി സർവരും പുത്തൻ പീതാംബരം മുടത്ത് അനർഘമണിമാലയും ചാർത്തി സുഗന്ധകളവം പൂശു വന്ന കുമാരനെ മാറോടണച്ചുകൊണ്ട് വെൺമണൽ. ഈ വെൺമണലാണ് കഥയിൽ നിന്ന് എനിക്ക് കുറച്ച് പാസ്റ്റ് ഹിസ്റ്ററി റിമെമ്പർ ചെയ്യാനുള്ള സന്ദർഭം എന്നത്. മണൽത്തിട്ടയിൽ വെൺമണൽ തിട്ടയിൽ അങ്ങനെ വെയിലത്തുകോൾ മയിർ കൊണ്ടാർ വെണ്ണിലാവിങ്കൽ മാതിരി. ആ ഒരു ഉപമ നല്ല ഉച്ചവെയിൽ തട്ടിയിട്ടുള്ള ഉണ്ടെങ്കിൽ അതെങ്ങനെ വെണ്ണിലാവിങ്കൽ മാതിരി ആവുക? ഈശ്വരപ്രസാദം. ഈശ്വരനെ മനസ്സിൽ വെച്ചിരിക്കണവർക്ക് ചൂടും തണുപ്പും അറിയില്ല. എയർ കണ്ടീഷൻഡാണ് മനസ്സ്. മനസ്സിൽ പാപഭംഗിലമായ അവസ്ഥകളില്ലെങ്കിൽ എയർ കണ്ടീഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, അത് വാതാവരൻ ഭഗവാനാണ്. കാറ്റും അഗ്നിയൊക്കെ ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കണവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം ഞാൻ ഹരേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. വെയിലത്തുകോൾ മയിർ കൊണ്ടാർ വെണ്ണിലാവിങ്കൽ മാതിരി ഓരോരോ ഗോപിയും കുഞ്ഞിൻ മന്ദസ്മേരമുഖാംബുജം നീണ്ടുള്ള കൺകളാൽ വീണ്ടും വീണ്ടും നോക്കുന്നു ധന്യകൾ. ധന്യകൾ എന്നാണ്. ആരാണ് ഈ ഗോപന്മാരും ഗോപസ്ത്രീകളും? ഋഷീശ്വരന്മാരും ദേവതകളാണ്. മുനീശ്വരന്മാർ, ഋഷീശ്വരന്മാർ, തപസ്വികൾ. അവരെ ഭഗവാനെ നീണ്ട കണ്ണുകളെ കൊണ്ട് ഒഴിഞ്ഞ് സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം. ഉള്ളിൽ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യേകോ ജീവുണ്ട്. അതാണ് മുമ്പിലുള്ളത് ഭഗവാൻ. അപ്പം നീണ്ട കണ്ണുകളെ കൊണ്ട് ഒഴിഞ്ഞ് നോക്കൂ, നീണ്ടുള്ള കൺകളാൽ വീണ്ടും വീണ്ടും നോക്കുന്നു ധന്യകൾ തിക്കിത്തിരയ്ക്ക് വന്നോരോ ചങ്ങാതികളും. അത് കഴിഞ്ഞ് തൻ്റെ സതീർത്ഥ്യന്മാർ, ഭഗവാന്റെ സതീർത്ഥ്യന്മാർ എന്താ ചേല്, മേലൊക്കെ നല്ല ദിവ്യഗന്ധം ഉള്ള കളഭങ്ങളൊക്കെ പൂശി, പുതിയ ഒരു പൊന്മണിമാല ഇട്ടിട്ട്, പീതാംബരമൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചങ്ങാതീനെ ഒന്ന് വാരി പുണരുക. അദ്ദേഹം ഇങ്ങോട്ട് വരണ്ട, നമ്മൾ ഓരോരുത്തരായിട്ട് നിങ്ങൾ ക്യൂ പാലിക്കണേ കേട്ടോ. ചെറിയവരൊക്കെ ആദ്യം പോയിക്കോളും, പിന്നാലെ വലിയവർ. ഈ ഒരു ഡിസിപ്ലിൻ അന്നുണ്ട്, ഇന്നില്ല. അതാണ് ഈ തകരാറ് മുഴുവൻ. അപ്പോൾ തിക്കിത്തിരയ്ക്ക് വന്നോരോ ചങ്ങാതികളും ഉണ്ണിയെ സച്ചിദാനന്ദഗന്ധത്തെ ഉരുമ്മിക്കൊണ്ടു നിൽക്കവേ ഞാനൊന്ന് മാറി നിൽക്കളാം ഇല്ലേ? എന്താ പോലത്തെ അവിടുത്തെ സ്ഥിതി ഉണ്ടോ? സച്ചിദാനന്ദം ഉരുക്കൂട്ടിയിട്ട് കൽക്കണ്ടായിട്ട് ഇങ്ങനെ നിൽക്കണം. ഉരുമ്മിക്കൊണ്ട് നിൽക്കവേ തങ്ങൾ തന്നെ കലിഞ്ഞു ഉറ്റുനോക്കും കാൽമുകിൽ വർണ്ണനെ. അവിടെ അപേക്ഷിച്ചിട്ടില്ല, പക്ഷെ ഭഗവാൻ ഉപേക്ഷിക്കില്ല. തന്നെ മുട്ടി ഉരുമ്മി നിൽക്കുന്നവരെ തങ്ങൾ തന്നെ കലിഞ്ഞു ഉറ്റുനോക്കും കാർമുകിൽ വർണ്ണനെ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത് അണ്ടർസ്റ്റുഡാണ്. ഭഗവാന്റെ ഉറ്റുനോക്കം കൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത്. എത്ര പ്രാവശ്യം വീഴുക, അപ്പോൾ വീഴുമ്പോൾ ഒക്കെ ഒരു താങ്ങ്, എവിടുന്ന് അറിയില്ല, ഒരു അദൃശ്യ ശക്തിയുടെ സ്പർശം.
തങ്ങൾ തന്നെ കലിഞ്ഞുറ്റുനോക്കം കാർമുകിൽ വർണ്ണനെ കഴുത്തുയർത്തിയും കൊണ്ടു പൈക്കൂട്ടങ്ങളൊടുക്കവേ. അപ്പോഴേക്കും പശുക്കൾ നക്കി തോർത്താൻ വേണ്ടിയിട്ടേ അതൊരാവശ്യമാണ്. ഞാൻ ആ നക്കി തോർത്തേണ്ടതെന്ന് ഭഗവാൻ ഇട്ട വാക്കാതെ. ഈ കാളിയൻ ദംശിച്ച പാടുകൾ ഉണങ്ങാൻ ദിവ്യൌഷധങ്ങൾ ദിവ്യലേപനങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്, അവരെന്നെ ചെയ്തിട്ടുണ്ട്. അത് പോരാന്ന് ആർക്ക് തോന്നി? കാമധേനുക്കൾക്ക്. കാമധേനുക്കൾ ഇങ്ങനെ വന്നിട്ട് എന്താണെന്നാ പറയുക, കഴുത്തിങ്ങനെ നീട്ടിയിട്ട് ഭഗവാൻ അടുത്തിങ്ങനെ എത്തിയാൽ മതി, ഭഗവാൻ കയ്യിൽ താടയിൽ ഇങ്ങനെ തലോടും ഭഗവാൻ. കാർമുകിൽ വർണ്ണനെ കഴുത്തുയർത്തിയും കൊണ്ടു പൈക്കൂട്ടങ്ങളെടുക്കവേ ഓളം തുളുമ്പും കാളിന്തി തിളനീരിൽ കുളിച്ചുടൻ. കാളിന്തിയിൽ എല്ലാവരും പോയിന്ന് കുളിച്ചു. മന്ദാരവാർമണിത്തെന്നൽ വീശി വിശ്വേകനാഥനെ. മന്ദാരവാർമണിത്തെന്നൽ, മന്ദാരം തെച്ചി മന്ദാര പുഷ്പത്തിൽ തട്ടി വന്ന് അണയുന്ന എന്താണ് പൂന്തെന്നൽ സ്വകുമാരി ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. വീശി വിശ്വൈകനാഥനെ. ആരാള്? വിശ്വൈകനാഥനെ പൂപുഞ്ചിരി പൊഴിച്ചും കൊണ്ട് അഗ്രജൻ. അതാരാ അഗ്രജൻ? ബലരാമസ്വാമി. കാളിന്തിയിലേക്ക് യശോദമ്മയും രോഹിണിയും ദേവിയും നന്ദഗോപുരമൊക്കെ ഇങ്ങനെ എടുത്ത് ചാടാൻ നിൽക്കുമ്പോൾ സ്റ്റോപ്പ് ഇറ്റ്, അവിടെ നിന്നു ആൾക്കാർ. ബലരാമൻ പിടിച്ച് അനങ്ങാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ആരാ ബലരാമൻ? അനന്തമൂർത്തി. പൂപുഞ്ചിരി പൊഴിച്ചും കൊണ്ടഗ്രജൻ വന്നു മെല്ലവേ അമ്പാർന്ന് അനുജനെ കെട്ടിപ്പിടിച്ചാൻ അമലാശയൻ. ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ മെത്തമേൽ കടന്ന് യോഗാഭ്യാസം ചെയ്യുന്ന യോഗനിദ്രയിൽ പള്ളി കൊള്ളുന്ന ആ പരമ്പൊരുൾ ഇവിടെ അനിയനായിട്ട് ഇത്രയും ഗുസ്തിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ പൊന്നോമന അനുജനെ വാരിപ്പുണരാൻ തിടുക്കം കാട്ടുന്ന ആ ബലരാമസ്വാമിയുടെ മാനസിക അവസ്ഥയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അത് ആലോചിച്ച് നോക്കണം. അതിനാണുള്ള സമയമാവത്. പ്രശ്നമില്ലേ, നമ്മൾക്ക് നമ്മുടെ ഏട്ടന്മാരെയും ഒക്കെ നമ്മൾക്ക് മനസ്സിൽ കൊണ്ടുവരാം. ചിലവരൊന്നും കെട്ടിപ്പിടിക്കില്ല, പോട്ടെ, സാരമില്ല. ബലരാമസ്വാമി നമ്മളെ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ, അത് മനസ്സിലാക്കിയാൽ മതി. പ്രശ്നമുണ്ടോ? അപ്പോൾ അമ്പാർന്ന അനുജനെ കെട്ടിപ്പിടിച്ചാൻ അമലാശൻ, മലമില്ലാത്തവൻ എന്നർത്ഥം. ഇന്ന് മലമില്ലാത്തതെന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തവൻ എന്നർത്ഥം. സന്തുഷ്ടരായ വിപ്രന്മാരോദീ നന്ദനോടിങ്ങനെ. അപ്പോൾ ഈ കൂട്ടത്തിൽ വിപ്രന്മാരുണ്ട്, വേദം പഠിച്ചവരെ. സന്തുഷ്ടരായ വിപ്രന്മാരോദീ നന്ദനോടിങ്ങനെ നിൻ പൈതൽ ഇന്നു ജീവിച്ചത് ഈശ്വരാനുഗ്രഹത്തിനാൽ. ഈശ്വരനാണെന്നുള്ളത് ഈ വേദാന്തം പറഞ്ഞവർക്ക് അറിയുള്ളൂ. ബ്രാഹ്മണരടക്കം പറയുന്നു. കാരണം എല്ലാ ബ്രാഹ്മണരും ഗർഗമുനിനെ പോലല്ല. ഗർഗമുനിക്ക് അറിയാം ഇത് വിഷ്ണു സമനാണ്, വിഷ്ണു തന്നെയാണെന്നറിയാം. എല്ലാ ബ്രാഹ്മണർക്കും അറിയില്ല. നോക്കൂ, എല്ലാറ്റിലും വേരിയേഷൻസ് ഉണ്ട്. എല്ലാവരുടെയും BP വേരിയേഷൻസ് ഇല്ലേ, ഹാർട്ട് ബീറ്റിന് വേരിയേഷൻസ് ഇല്ലേ, അതേപോലെ അറിവിന് വിപ്രന്മാരായതുകൊണ്ട് കാര്യമില്ല. ദ്വൈതത്തിൽ നിൽക്കുന്ന ആൾക്കാർ ആ പൂവ് ഇങ്ങോട്ടിട്ടോളൂ, ഈ പൂവ് അങ്ങോട്ടിട്ടോളൂ, ദക്ഷിണ തന്നോളൂ എന്ന് പറയണവർക്ക് ഈശ്വരനെ സ്മരിക്കാൻ സമയമില്ല. അവർ ഈശ്വരനെ കാണില്ല, അവർ ഈശ്വരനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈശ്വരീയത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സന്തുഷ്ടരായ വിപ്രന്മാർ ഓതി നന്ദനോടിങ്ങനെ നിൻ പൈതൽ ഇന്നു ജീവിച്ചത് ഈശ്വരാനുഗ്രഹത്തിനാൽ. അതിനാൽ ഏകണം ദാനം മന്ദണർക്കടൽ നീങ്ങുവാൻ. ഞാൻ പറഞ്ഞത് സത്യമാക്കിയില്ലേ ഭഗവാൻ? ഞാൻ പറഞ്ഞില്ലേ അവർ ഈ പൂർത്തിട്ട് അങ്ങോട്ട് ഇടും, ആ പൂർത്തിട്ട് ഇങ്ങോട്ട് ഇടും എന്ന് പറഞ്ഞത് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് എനിക്ക് ഭഗവാൻ തരുന്നൊരു വിജയം. ഭഗവാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആണ്. പക്ഷേ ആധ്യാത്മിക ബാങ്കിൽ അദ്ദേഹം കൊണ്ട ഡിപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്യാണ്, നോ ഡെബിറ്റ്. അവിടെ ഞാൻ ഓരോ ശ്ലോകങ്ങൾ വായിക്കുമ്പോഴും ഭഗവാൻ അവിടെ
കുന്നുപോലെ കുമിക്കുകയാണ് ചെയ്യണത്. ഞാനത് ഫീൽ ചെയ്യണു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അതിനാൽ ഏകനം ദാനം മന്ദണർ കടൽ നീങ്ങുവാൻ നന്ദൻ ചെയ്തു പശുദാനം എത്രയും പ്രീതി പൂണ്ടുടൻ. ഞാനിപ്പോൾ ഈ സൈമൾട്ടേനിയസ്ലി 18 പുരാണങ്ങളുടെ ഒപ്പമുള്ള ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, 64 ലക്ഷം ആനകളെ പൊന്ന് കെട്ടിയിട്ട് പൊന്നിൻ്റെ ഗോളകർക്കിയിട്ട് ദാനം ചെയ്തു എന്ന്. 64 ലക്ഷം ആനകളെ. ഞാനിപ്പോൾ കാലത്ത് 1 മണിക്കാണ് ഈ ശ്രീമദ് ഭാഗവതം മൂലം അർത്ഥം പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ കൊടുന്നിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. ശ്രീകൃഷ്ണ കഥാമൃതം പറയുമ്പോൾ അപ്പോൾ ഭഗവാൻ കൊടുന്നിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ അപ്പോഴും കൊണ്ടിടും. അപ്പം എന്താ പറഞ്ഞത്? നന്ദൻ ചെയ്തു പശുദാനമെത്രയും പ്രീതി പൂണ്ടുടൻ പൊന്നിൻ നാഗപ്രതിമകളുണ്ടാക്കി ചെയ്കിൽ നന്മയാം ചിലരോതി. പൊന്നുകൊണ്ട് നാഗപ്രതിമകൾ ഉണ്ടാക്കിയിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുമെന്ന് ചിലവർ പറഞ്ഞു. ശരി. പൊന്നിൻ നാഗപ്രതിമകൾ. ഇന്ന് ഒരു കോയിൻസിഡൻ്റാ, 2024 വെള്ളിയാഴ്ച ഇംഗ്ലീഷ് മാസം 9-ാം തീയതി നാഗപഞ്ചമിയാണ്. ജസ്റ്റ് ഇമാജിൻ ഇന്ന് നാഗപഞ്ചമിയാണ്. ഇന്ന് നാഗപഞ്ചമി ദിവസം പൊന്നിൻ നാഗപ്രതിമകളുണ്ടാകെ ചെയ്കിൽ നന്മയാം. മനസ്സുകൊണ്ട് മതിയെന്ന്. മനസ്സുകൊണ്ട് മതി. എനിക്ക് ചെറിയൊരു എനിക്കില്ല പെല, രാധയ്ക്ക് എൻ്റെ മിസ്സീസിന് പെലയുണ്ട്. അവളുടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 61 വയസ്സായിട്ടൊരു സ്ത്രീ കല്യാണം കഴിച്ചിട്ടില്ല. ആദ്യം മുതൽക്ക് തന്നെ കുറച്ച് കൊഞ്ഞപ്പടിയും ചില ശാരീരിക വൈകല്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണം കഴിച്ചില്ല കുട്ടി. ആ കുട്ടിയുടെ ശവം എടുത്ത് കത്തിച്ച ആളാണ് ഞാൻ. കാരണം ആവശ്യമായിട്ട് വന്നു. 7ാമതൊരാളില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ആധ്യാത്മ ബാങ്കിലെ റെസിപ്റ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് ഫില്ല് ചെയ്യും, ഇടും. അവരെന്താ ചെയ്തോട്ടെ. അപ്പോൾ പാമ്പങ്കാവിൽ ഞാൻ ഇപ്പോൾ കയറുന്നില്ല. അടുത്ത ഞായറാഴ്ച കൂടി കഴിയും. അതായത് ഈ ഞായറാഴ്ച അല്ല, മറ്റന്നാളല്ല. ഇന്നേക്ക് 5 അതേ ആയിട്ടുള്ളൂ. എന്നാൽ ഇതിനെനിക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ശ്വാസം വിടണില്ലേ, ഉറങ്ങണില്ലേ, പിന്നെന്താ. പിന്നെ സത്കർമ്മം ചെയ്യാൻ പല പ്രശ്നമല്ല. എനിക്ക് പിന്നെ പെലയില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ കൂട്ടിത്തൊട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പൊന്നിൻ നാഗപ്രതിമകളുണ്ടാക്കി ചെയ്യിൽ നന്മയാം ചിലരോതി അതും നന്ദൻ ചെയ്തു സങ്കല്പപൂർവകം. സങ്കല്പിച്ചാൽ മതി. യശോദയോ മഹാഭാഗ വീണ്ടും കിട്ടിയ കുഞ്ഞിനെ. എന്താ അങ്ങനെ പറയാൻ കാരണം? കിട്ടില്ല എന്ന് വിചാരിച്ചതാണേ. ആരാ വരിഞ്ഞ് മുറുക്കിയിട്ടുണ്ടായിരുന്നത്? കാളിയൻ്റെ കുരുക്കിൽ നിന്ന് പുറത്ത് വന്ന കുഞ്ഞിന് 2ാം ജന്മല്ലേ? എത്ര ജന്മാന്ന് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. പൂതനയിൽ നിന്നൊരു ജന്മം, സകടാസുരനിൽ നിന്ന് വേറൊരു ജന്മം, തൃണാവർത്തനിൽ നിന്ന് വേറൊരു, ബകാസുരനിൽ നിന്ന് വേറെ. ഇത് എണ്ണം നിന്നാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ യശോദയോ മഹാഭാഗ വീണ്ടും കിട്ടിയ കുഞ്ഞിനെ മാറോടണച്ചുടൻ കണ്ണീരൊഴുക്കി ധാരധാരയായി. ആനന്ദ കണ്ണീരാണ്. അന്ന് രാത്രിയിൽ അത്താഴം ഉണ്ണിക്കേകാതിരിക്കുവാൻ. ബാപ്പരെ, എന്താ ഈ വിഷം തീണ്ടിയ വെള്ളം ആഹാരം കൊടുക്കാൻ പാടില്ല എന്നാ? വിഷം തീണ്ടിയിട്ടില്ലേ ഭഗവാന്? എന്നാലും ഒരു മുൻകരുതൽ. നീർക്കോലി കടിച്ചാലും അത്താഴം മുടയ്ക്കാൻ മതി എന്നൊക്കെ ഒരു പേരുണ്ട്. ഞങ്ങൾക്ക് ഈ പുഴയുടെ വക്കത്ത് ജനിക്ക കാരണം ആലോചിച്ച് നോക്കണം. അന്നു രാത്രിയിൽ അത്താഴം ഉണ്ണിക്കേകാതിരിക്കുവാൻ വിശന്നിടുകിലും വാണാരവിടെ തന്നെ സർവരും. ആ കാളന്തി നദിയിലുള്ള വെൺമണലിൽ കഴിച്ചു കൂട്ടിയവർ, അല്ലെങ്കിൽ കരയ്ക്ക് കഴിച്ചു കൂട്ടി.
വരണ്ടുണങ്ങും ആ കാട്ടിൽ തളർന്നേവരും അങ്ങനെ കാറ്റത്തുറങ്ങവേ കത്തിത്തുടങ്ങി കാട്ടുതീ ഉടൻ. ഞെട്ടിപ്പിണഞ്ഞെണീറ്റ എങ്ങും കത്തും തീ കണ്ടു സർവരും പരിഭ്രമിച്ചെഴുന്നേറ്റു വിളിച്ചാരന്നുറക്കവേ. ഞെട്ടിപ്പിടഞ്ഞെണീറ്റ എങ്ങും കത്തും തീ കണ്ടു സർവരും പരിഭ്രമിച്ചെഴുന്നേറ്റു വിളിച്ചാരന്നുറക്കവേ. കൃഷ്ണ കൃഷ്ണ വരൂ വേഗം. വേറെ ആരും വിളിക്കാല്ലേ? നമ്മൾ 100-ൽ വിളിച്ചിട്ട് പോലീസ് ഫയർഫോഴ്സിനെ വിളിക്കുക. നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്ന് വരില്ല. എന്താ ചെയ്യുക? അവർ വന്നോ വന്നില്ലെങ്കിൽ ഇല്ല, അത്രയല്ലേ ഉള്ളൂ. കൃഷ്ണ എന്ന് വിളിച്ചാൽ സംഗതി രക്ഷപ്പെടും. അതാർക്കേ അറിയുള്ളൂ? ഇത് വായിച്ച് പരിചയപ്പെട്ടവർക്കല്ലേ അറിയുള്ളൂ. ഇതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞവർക്കല്ലേ അറിയുള്ളൂ. കൃഷ്ണ കൃഷ്ണ വരൂ വേഗം കാത്തു രക്ഷിക്കുക ഞങ്ങളെ, അത്യാപത്ത് ഇതിൽ നീയല്ലാതാരുമില്ല തുണക്കിനി. അതാണ് ഭഗവാനെ ഉപാസിക്കുക. ഈ ലോകം കണ്ട വലിയ ഭിഷഗ്വരൻ ഭഗവാനാണ്. ഈ ലോകം കണ്ട വലിയ ധനവാൻ ഭഗവാനാണ്. ഈ ലോകം കണ്ട വലിയ എൻജിനീയർ ഭഗവാനാണ്. സർവജ്ഞനാണ്, സർവന്തര്യാമിയാണ്. ഇനി എന്താ ബാക്കി? ഒന്നുമില്ല. അപ്പോൾ കൃഷ്ണ കൃഷ്ണ വരൂ വേഗം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഏത് ആപത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടാം. കൃഷ്ണ കൃഷ്ണ വരൂ വേഗം കാത്തു രക്ഷിക്കുക ഞങ്ങളെ, അത്യാപത്ത് ഇതിൽ നീയല്ലാതുമില്ല തുണക്കിനി, വിളിപ്പുറം കാത്തരുൾവോൻ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളാ. വിളിച്ചാൽ ഇപ്പം നമ്മൾ പറയല്ലേ, ഞാൻ ഇന്ന തട്ടകത്തെയാണ്, അമ്മേനെ വിളിച്ചാൽ വിളി കേൾക്കും. ശരിയാണ്, വിളിക്കേണ്ട പോലെ വിളിക്കണം. വിളിപ്പുറം കാത്തരുൾവോൻ അനന്തവീര്യൻ. വീര്യം ശോഷിക്കണില്ല. ഭഗവാന്റെ വീര്യം അനന്താണ്. അച്ഛനമ്മമാർ ചിലപ്പോൾ തക്കാവട്ട് അല്ലേ, അതായത് ക്ഷീണിച്ചു എന്ന് വരും. ഭഗവാൻ അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. അതിന് ഉത്തമ ഉദാഹരണമാണ് ധ്രുവൻ. പാണ്ഡവന്മാർ വാട്ട് നോട്ട് അല്ലേ. അപ്പോൾ വെളിപ്പുറം കാത്തരുൾവോൻ അനന്തവീരൻ, വിഷം തീണ്ടിയ ശങ്ക തീർപ്പാൻ വിശന്ന വിശേഷൻ. അദ്ദേഹം ശരി പറഞ്ഞു. ഈ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ ആരാന്ന് കാട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം നാമരൂപ വർജിതനാണ്, രൂപമില്ല. മായയെ ഉപോത്ഫലമായിട്ടാണ് ഈ രൂപം എടുത്തിട്ടുള്ളത്. അപ്പോൾ വിഷം തീണ്ടിയ ശങ്ക തീർപ്പാൻ വിശന്ന വിശേഷൻ ഉടൻ ദാവാഗ്നി വിഴുങ്ങി വേഗത്തിൽ വിനോദശീലൻ. കിട്ടിയ സന്ദർഭം വിനോദിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് കൃഷ്ണാവതാരത്തിൽ ഒരു സെക്കൻഡ് കൂടി ആലോചനയിൽ മുഴുകിയിട്ടില്ല. കാരണം എന്താ? ആ കൃഷ്ണൻ്റെ സ്വഭാവം മുഴുവൻ അങ്ങനെയാണ്, കർഷിക്കുന്നവനാണ്. സങ്കടങ്ങളെ കർഷിക്കാൻ കഴിവുള്ള ശബ്ദമാണ് കൃഷ്ണ കൃഷ്ണ. രാമനോ രമിപ്പിക്കുന്നവനാണ്. എത്ര പ്രാവശ്യം രാമ രാമ എന്ന് പറയണോ അത്രയും മനസ്സിൽ നമുക്ക് രമിക്കാൻ പറ്റും. രാമോഹം. നമ്മളിപ്പോൾ ഒരാളെ നമസ്കരിക്കണമെന്ന് വിചാരിക്കുക, ഒരു യജ്ഞത്തിന് പോവുകയാണ്, ഒരാളെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം? അഹം ശിവോഹം. ഞാൻ മംഗളം പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനാണ്. ഞാൻ മംഗളസ്വരൂപനായിരിക്കുന്ന ശിവത്വമുള്ളവനാണ്. ഞാൻ തന്നെ ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരാൾ നമസ്കരിച്ചിട്ടെന്താ കാര്യം? സംഗതി ആധ്യാത്മിക ബാൻഡിൽ കാശുള്ളത് എത്ര കൊടുത്താലും തീരില്ല. ഇനി അതും ഞാൻ നിങ്ങൾക്ക് പറയാം. ലൗകിക ബാങ്കിൽ എത്ര കൊടുത്താലും, ഇപ്പോൾ ഞാനൊരു ദിവസം എത്ര പ്രാവശ്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞ് എനിക്കെന്നെ അറിയില്ല. പക്ഷേ അപ്പോൾ ഒക്കെ നമ്മളെന്താ പറഞ്ഞത്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ പറഞ്ഞതിൻ്റെ ശേഷം കാലത്ത് കുളിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഗതി കിട്ടാതെ കണ്ട് ചുറ്റി അലയുന്ന ഭൂതപ്രേത പിശാചുക്കൾക്ക് സ്വസ്തിയും സമാധാനവും വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് 3 കുത്ത് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഈ
ബാങ്കിലുള്ളത് എത്ര പോയാലും അത്രയ്ക്ക് സപ്പോർട്ട് അവിടെ വരും. കാരണം നമ്മൾ ഈ കൊടുക്കണത് ആർക്കാ കൊടുക്കണത്? അനാഥകർക്ക്. അത് നമ്മൾ ഭാഗവതത്തിൽ നിന്ന് പഠിച്ചതാ. എന്താ പഠിച്ചത്? ഈ ദുന്ദുകാരിയുടെ പ്രേതാവസ്ഥയിൽ നിന്ന് ഗോകർണൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ആണല്ലോ ഈ ഭാഗവതത്തിൻ്റെ ബേസ്. അപ്പോൾ ഭാഗവതത്തിന് ആ കഴിവുണ്ടെങ്കിൽ ഭാഗവത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു അമേച്വർ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് കാശിന് വേണ്ടി ഇതിനെ വിറ്റ് തിന്നാതെ കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്കൊരു ബലമുണ്ട്. ആ ബലം നമ്മൾ എന്തിനു ഉപയോഗിക്കണം? മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ഭഗവാൻ കുറേ കൂടി നമ്മൾക്ക് തന്തുരുസ്തി തരും. കാരണം എന്താ? ഇവൻ അത് കേടുവരുത്തി കളയണില്ലല്ലോ, വേറൊരു വഴിക്ക് നല്ല കാര്യത്തിനല്ലേ വിടണത്. അത് ഭഗവാനൊക്കെ അറിയാം. നമ്മൾ ഓരോരുത്തരുടെയും ആശയവിനിമയം ഭഗവാൻ അറിയാതെ കൊണ്ട് പോവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, വിശേഷൻ ഉടൻ ദാവാഗ്നി വിഴുങ്ങി വേഗത്തിൽ വിനോദശീലൻ ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ സപ്തപഞ്ചാക സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. പരമശയിലെ. അപ്പോൾ ഇനി 58ാമത്തെ സർഗം വൃന്ദാവന ലീലകൾ. മനസ്സിലായില്ലേ? അപ്പോൾ നാളെ നോക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.